പ്രൈസ് ലോർഡ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബാലൻ എല്ലാ കുട്ടികളെയും പോലെ പഠിച്ച് നല്ല നിലയിലായി മാതാപിതാക്കളെ സംരക്ഷിച്ച് കുടുംബമൊക്കെയായി സന്തോഷമായി ജീവിപ്പാൻ ആ സ്വപ്നവുമായി നടന്ന ബാലൻ ആ യാത്രയുടെ ഇടയ്ക്ക് എപ്പോഴോ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി. ദൈവം തന്റെ വേലയ്ക്കായി വിളിച്ചു, പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. പിന്നെ തൻ്റെ ശുശ്രൂഷ മുഖാന്തരം അനേകായിരങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് നടത്തി. ഒരുപാട് പേരെ സ്നാനപ്പെടുത്തി, കുട്ടികളെ പ്രതിഷ്ഠിച്ചു, വിവാഹ ശുശ്രൂഷകൾ നടത്തി. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ കർത്താവ് വീണ്ടും തൻ്റെ സ്വപ്നത്തെ അറിയിച്ചു. ലോകമെമ്പാടും വരാൻ പോകുന്ന മഹാവിപത്തിന്റെ കാലത്ത് തൻ്റെ ജനത്തെ അവരുടെ വീടുകളിൽ പ്രാർത്ഥനയും പാട്ടവും വചനവും സഭായോഗവും എത്തിക്കുക എന്നുള്ളത് പിന്നെ ആ സ്വപ്നത്തിന്റെ പുറകെയുള്ള ഓട്ടമായി. ഇതിനെക്കുറിച്ചെല്ലാം ഇന്ന് സംസാരിക്കാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ കെ.സി. ജോൺ, എൻ്റെ പിതാവാണ്. ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഞാനിങ്ങനെ പാസ്റ്റർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഇതൊരു പ്രത്യേകതര അഭിഷേകമാണ് ഡാഡാക്ക് കിട്ടിയത്. ഏതാണ്ട് 50-ൽ പരം വർഷമായി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പൗരുഷ എന്നൊരു വലിയ ചാനല് ഉണ്ടാക്കി ഇങ്ങനെ പലതരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഇതുപോലെ വേറെ ആരുമില്ലെന്ന് പല ദൈവശാസ്ത്രന്മാരും പറയാറുണ്ട്. എല്ലാവരും ആ സ്റ്റേജിൽ നിൽക്കുന്നതും എല്ലാം കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ഒരു തുടക്കം എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും വലിയ സ്വപ്നങ്ങളെ ഡാഡയെ ഏൽപ്പിക്കാൻ കാരണം എന്തായിരിക്കും? പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. അവർ വളരെ മക്കൾക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു. 4 ആൺമക്കളെ ദൈവം അവർക്ക് നൽകിയതിൽ 3 പേരും സുവിശേഷ വേലക്കാരായി മാറി. ദൈവത്തിൻ്റെ കരുതലായിരുന്നു. ഒരു സംഭവം എപ്പോഴും പറയാറുണ്ടല്ലോ, 3 പാസ്റ്റർമാര് വീട്ടിൽ ഓടി വന്ന കാര്യം സന്ധ്യയ്ക്ക്, അതൊന്ന് പറയാം. പാസ്റ്റർ PM ഫിലിപ്പ്, പാസ്റ്റർ TP വർഗീസ് എന്നിവർ അവരുടെ 20 വയസ്സ് 22 വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ പരസ്യങ്ങൾ നടത്താൻ ഓരോ സ്ഥലത്ത് പോകുമായിരുന്നു, 2 പേരും കൂടെ. അങ്ങനെ പരസ്യം നടത്തുവാൻ എടത്തുവയൽ വന്നു. അവിടെ പരസ്യം നടത്തി. ഒരു കേൾവിക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. താല്പര്യത്തോടെ ജനങ്ങൾ കേട്ടുകൊണ്ടിരുന്നതിനാൽ അവർ ആ പ്രസംഗം, ആ യോഗം തീർന്നപ്പോൾ സന്ധ്യയായി, രാത്രിയായി. പിന്നെ അവർക്ക് പോകാനായിട്ട് നിവൃത്തിയില്ല. കാരണം പിന്നീട് ബസ്സില്ല. അവിടുന്ന് നീരേറ്റ് കൊടുത്ത കടത്തുവെള്ളമാണ്. കടത്തുവെള്ളം സന്ധ്യയാകുമ്പോൾ പൂട്ടും. പിന്നെ മറുകര പോകാൻ മാർഗമില്ല. എവിടെ താമസിക്കണമെന്ന് അവരിങ്ങനെ വിചാരിച്ച് വിഷമിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ഹൈന്ദവ സ്നേഹിതൻ പറഞ്ഞു, ഒരു പ്രാർത്ഥിക്കുന്ന വീട്ടുകാർ ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നവർ 2 പേരെ. പിതാവ് അവിടെ താമസിക്കാൻ അനുവാദം കൊടുത്തു. അവരോട് താമസിച്ചു. അവിടെ പിന്നെ അവർ യോഗങ്ങൾ നടത്തി. അന്നേരം അപ്പച്ചൻ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലല്ലായിരുന്നല്ലോ അല്ലേ? രക്ഷിക്കപ്പെട്ട അനുഭവമുള്ള ആളാ, സ്നാനപ്പെട്ടിട്ടില്ല. അവരവിടെ 7 ദിവസത്തെ കൺവെൻഷൻ നടത്തി ആ വീട്ടിൽ. അവിടെയുള്ള യുവാക്കന്മാർ വളരെയധികം ആളുകൾ മാനസാന്തരപ്പെടുവാനിടയായിത്തീർന്നു. അന്ന് അവർ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു പോയതാണ് ആ വീടിന്. അന്നേരം ഡാഡ അന്നേരം അല്ലല്ലോ രക്ഷിക്കപ്പെട്ടത്. ഡാഡ രക്ഷിക്കപ്പെടുവാനുള്ള സാഹചര്യം എന്തായിരുന്നു മാനസികമായി? ഈ പറഞ്ഞ സംഭവം ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടത് 20ാമത്തെ വയസ്സിലാണ്. ചെറിയ പ്രായത്തിൽ ആത്മീയ അനുഭവങ്ങളും താല്പര്യമൊക്കെ ഉണ്ടായി. BBSനൊക്കെ പോയി കർത്താവിന് ഹൃദയം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാത്മീയ രീതിയിൽ ജീവിക്കാനായിട്ട് തീരുമാനിച്ച് ഇറങ്ങിയത് 20ാമത്തെ വയസ്സിലാണ്. അത് മാനസികമായിട്ട് വലിയ തകർച്ച നേരിട്ട സമയമാണ്. ഞാൻ ആലുവ കോളേജിലാണ് പഠിച്ച് കഴിഞ്ഞ് പരീക്ഷ എഴുതിയിട്ട് വന്നിരിക്കുന്ന സമയത്താണ്. ഡിഗ്രി പഠിച്ച് ഡിഗ്രി UC കോളേജ് ഡിഗ്രി കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോഴാണ്
മനസ്സിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അങ്ങനെ ലക്ഷ്യമില്ലാതായി. ആ സമയത്തവിടെ ബാബു എന്ന് പറയുന്ന ഒരു ബാലസുവിശേഷകൻ ആ സ്ഥലത്ത് വന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു വീട്ടിലാണ് താമസിച്ചിരുന്ന. ഈ പ്രസംഗിക്കാത്തപ്പോഴൊക്കെ പിള്ളേരുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്ന ആ പ്രായം. അപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ അവനെ വിളിച്ചു പറഞ്ഞു, മോനെ, ഇവിടെ എൻ്റെ മോൻ ആ മുറിയിലിരിപ്പുണ്ട്, നീ ചെന്ന് അവനോട് സംസാരിച്ച് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ബാബു കളിക്കിടയെന്ന് ഓടി വന്ന് എന്നോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെ വർഷങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു, ബാബുവിനും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞു. ബാബു ഉടനെ തിരിച്ചുപോയി. അപ്പം ഞാനവിടെ ഇരുന്ന് ഓർത്തു, ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ? എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ ദൈവത്തോട്? ദൈവമായിട്ട് അങ്ങനെയുള്ള അടുപ്പമില്ല, അങ്ങനെ ബന്ധമില്ല. ദൈവത്തിനോട് സ്നേഹമുണ്ടോ അത് പിണക്കായിരിക്കുമോ? ഞങ്ങൾക്ക് ചിന്തിച്ച് എൻ്റെ മനസ്സ് തകർന്നു. ഞാനവിടെ ഇരുന്ന് കരഞ്ഞു. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, എനിക്ക് സമാധാനം തരണമേ, എൻ്റെ മനസ്സിന് സ്വസ്ഥത തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ചെറിയ വാചകങ്ങളായിരുന്നെങ്കിലും വലിയ ശക്തിയുള്ള പ്രാർത്ഥനയായിരുന്നു. മനസ്സിലെ അസ്വസ്ഥതകൾ മാറി, സമാധാനം കിട്ടി, ദൈവം എന്നെ സ്പർശിച്ചു എന്നെനിക്ക് മനസ്സിലാകത്തക്കവണ്ണം ആ സംഭവം ഉണ്ടായി. അന്ന് മുതൽ ഡാഡയുടെ ലൈഫിൽ ദൈവമായിട്ടൊരു ബന്ധം. അത് അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. അന്നേരം നമ്മുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു? അപ്പച്ചനും അമ്മച്ചിയും ചർച്ചിൽ പോകുന്നതായിരുന്നോ? അപ്പച്ചനും അമ്മച്ചിയും പെന്തക്കോസ്തിലാപ്പോ ആയി. 1940 ആണ്ടിൽ സ്നാനപ്പെട്ടതാ അമ്മച്ചി. എങ്കിലും മർദ്ദമാസമായി നിൽക്കുകയായിരുന്നു, അപ്പച്ചൻ അനുവദിക്കാത്തതുകൊണ്ട്. പിന്നെ പൂർണ്ണമായിട്ട് അവര് പോയത് ഡാഡാക്ക് ഏത് വയസ്സ്? എനിക്ക് 16 വയസ്സുള്ളപ്പോൾ അപ്പച്ചന് പെന്തിക്കോസിൽ പോയി. അപ്പോഴത്തേക്ക് ഡാഡ ഹോസ്റ്റലിലും പോയി, കോളേജിൽ പോയി. പൊതുവെ നമ്മളെല്ലാവരും കാണുന്നത് ഡാഡ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജ് ഏത് തരത്തിലുള്ളതാണേലും ഡാഡ അവിടെ നന്നായിട്ട് സംസാരിക്കും. രാഷ്ട്രീയ ഇപ്പം സെക്രട്ടേറിയറ്റിലാണേലും ഒരു പെന്തക്കോസ്റ്റിലെ ലീഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഡാഡയുടെ പേരാണ് കിടക്കുന്നത്. ഏതൊരു പ്രോഗ്രാമിനും ഡാഡയെ വിളിക്കാറുണ്ട്, ഏത് വേദിയിലും ഡാഡ പ്രസംഗിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു ആരംഭം എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് സാക്ഷി പറയുകയും പ്രബോധനമൊക്കെ പറയുമ്പോൾ പേടിയുണ്ടായിരുന്നോ? ഇന്നിപ്പോൾ എല്ലാവരും നമ്മളൊക്കെ പേടിച്ചും ഓരോന്നൊക്കെ ചെയ്യുന്നു. ഡാഡയ്ക്ക് എങ്ങനെയായിരുന്നു? അതോ ആ പാഷനായിരുന്നോ ഭയങ്കരമായിട്ട്? 1967 മെയ് മാസം 22-ാം തീയതിയാണ് ഞാൻ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അതിനുശേഷം 23-ാം തീയതി എൻ്റെ സഹോദരി പത്തനംതിട്ടയാണ്, അവിടെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവരുടെ കൺവെൻഷൻ നടക്കുക. ഇപ്പോൾ സഹോദരിയോട് ഞാൻ രക്ഷിക്കപ്പെട്ട അനുഭവം പറഞ്ഞപ്പം വലിയ സന്തോഷമായി. അവിടുത്തെ സെൻട്രൽ പാസ്റ്ററോട് സഹോദരി പറഞ്ഞു, എന്നെക്കൊണ്ട് സാക്ഷി പറയിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഒരു കൺവെൻഷൻ സ്റ്റേജിൽ സാക്ഷി പറയാനായിട്ട് എനിക്ക് സമയം തന്നു. അത് ഞാൻ സാക്ഷിയും പ്രസംഗമൊക്കെ ആയിട്ട് അരമണിക്കൂർ അവിടെ ഒന്ന് സംസാരിച്ചു. അത് കണ്ട ഒരു പാസ്റ്റർ, അദ്ദേഹം ഇവിടെ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി, കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ പാസ്റ്റർ, അദ്ദേഹം അത് കേട്ട് വളരെ സന്തോഷമായി. അദ്ദേഹം എന്നെ യോഗം കഴിഞ്ഞ് വിളിച്ച് അവിടെ വന്ന് സംസാരിക്കണം, ഞങ്ങളവിടെ വന്ന് ഞാൻ യോഗം വെക്കാൻ 2 ദിവസം വന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല, എനിക്കറിയത്തുമില്ല. പക്ഷേ ഞാൻ പോയി.
ഈ ബാബു എന്ന സഹോദരനും കുട്ടികളുടെ പോയി കണ്ണൂർ കട പോയി. അവിടെ ചെന്ന് രണ്ടുപേരും കൂടെ സഭയെടുത്ത് പ്രസംഗിച്ചു. അങ്ങനെ ആ മിനിസ്ട്രി തുടങ്ങുന്നു. അന്നേരം ഡാഡയ്ക്ക് ഒരു സംശയമോ ഒന്നുമില്ലായിരുന്നു. നമുക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ ബാധിക്കുമല്ലോ, പ്രസംഗിക്കണോ, പറ്റുവോ തെറ്റുവോ, അങ്ങനെ എന്തെങ്കിലും സഭാകമ്പമോ ഒന്നുമില്ലായിരുന്നു. പ്രസംഗിക്കാൻ ആദ്യം തൊട്ട് തന്നെ അങ്ങ് പ്രസംഗിച്ചു. വീട്ടിലെങ്ങനെ അമ്മച്ചിക്ക് താല്പര്യം, അപ്പച്ചനും എല്ലാം സമ്മതമായിരുന്നു ഡാഡ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നതില്? അങ്ങനെ എന്നെ പഠിത്തം ഒഴിപ്പിട്ട് ഇതിന് പോകുന്നതിന് അപ്പച്ചനെതിരായിരുന്നു. അമ്മച്ചിക്ക് സന്തോഷമായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും കർഷകരായിരുന്നല്ലോ അല്ലേ ഡാഡ? അവിടെ കുട്ടനാട് താലൂക്ക് തലമുടി വില്ലേജാ. അവിടെ കൃഷിക്കാരാണ്. അവിടെ ഞങ്ങൾ നെൽകൃഷി ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, പുരയിടം ഉണ്ടായിരുന്നു, വയലുണ്ടായിരുന്നു. കൂടാതെ അപ്പച്ചനൊരു ഷോപ്പുണ്ടായിരുന്നു എടുത്ത വയല്. നല്ല വരുമാനമുള്ളൊരു ഷോപ്പായിരുന്നു. അമ്മച്ചി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാസനേജില് അപ്പച്ചൻ അറിയാതെ മുട്ടയും അങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടേ കൊടുക്കുമായിരുന്നു. അന്ന് പട്ടണയുടെ കാലമോ, അന്ന് രണ്ടാം ലോകമഹായുദ്ധം ഇരുന്ന കാലമോ. ആ സമയത്ത് ദാരിദ്ര്യത്തിൻ്റെ അനുഭവം എല്ലായിടത്തും, പ്രത്യേകിച്ച് പെന്തിക്കോസ് ഫാഷനിലെല്ലാം പാസ്റ്റേഴ്സ് പട്ടിണി കിടന്നാണ് സുവിശേഷ വേല ചെയ്തത്. സമയത്ത് വിശ്വാസികളൊക്കെ സഹായിച്ചാണ് അവർ ജീവിച്ചത്. അങ്ങനെ എൻ്റെ മാതാവ് സഹായിക്കാവുന്നത്തോളം സഹായിക്കുമായിരുന്നു. പിതാവും ചെയ്യുക. പിതാവ് പെന്തിക്കോസിലെങ്കിലും പെന്തിക്കോസിലെ പാസ്റ്റേഴ്സിനെ സഹായിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ഫാമിലിയിലോട്ട്. അവര് ആദ്യത്തെ ജനറേഷൻ തന്നെ ദൈവത്തിന് കൊടുക്കുകയും സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങിലേക്കുന്നവരായിരുന്നു. പിന്നെ എപ്പോഴും ഡാഡയ്ക്ക് തോന്നിയത് ഇങ്ങനെ എൻ്റെ സുവിശേഷ വേലയാണ് ഞാൻ ചെയ്യേണ്ടത്, ദൈവം എന്നെ അതിനു വേണ്ടിയാണ് കണ്ടിരിക്കുന്ന എന്നുള്ളൊരു തോന്നലുണ്ടായത്? എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ, പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണല്ലോ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്താക്കുഴപ്പത്തിൽ ഇരിക്കുമ്പോൾ ഒരു കത്തെനിക്ക് കിട്ടി. പാസ്റ്റർ PM ഫിലിപ്പ് എഴുതിയൊരു കത്ത്, ഒരു കാർഡ്. അദ്ദേഹം എഴുതിയിരിക്കുന്നു, നിന്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ഒരു അഗ്നി വീണിട്ടുണ്ട്, അത് അണയാതെ ജ്വലിപ്പിക്കണം. ഇവിടെ ബൈബിൾ ക്ലാസ് അടുത്ത ആഴ്ച തുടങ്ങുന്നതാണ്, താല്പര്യമുണ്ടെങ്കിൽ വരാം. അത് കാർഡ് കിട്ടിയത് അതൊരു വലിയ ദൈവവിളി പോലെ എനിക്ക് തോന്നി. എന്താ ചെയ്യണമെന്നുള്ള ഒരു വലിയ ഉറപ്പുണ്ടായി. ഞാൻ പോകാൻ തീരുമാനിച്ചു ബൈബിൾ സ്കൂളിൽ. അങ്ങനെ ബൈബിൾ സ്കൂളിൽ പോയി. സമ്മതമല്ലായിരുന്നു, വീട്ടിൽ സമ്മതമല്ലായിരുന്നു. 5 രൂപയാകെ എനിക്ക് അമ്മ തന്നത് ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട്. 5 രൂപ. അത് ഇവിടുന്ന് തിരുവല്ലായിൽ ചെന്ന് ബസ് കയറി പോകുമ്പോഴത്തേക്ക് അന്ന് ചാർജ് കുറവാണ്, എന്നാലും പൈസ തീരും. അവസാനം ഒരു സോപ്പും തോർത്തും വാങ്ങിച്ചു, ബുക്കും മേടിച്ചു. ആദ്യത്തെ ദിവസം തന്നെ കുളിച്ചിട്ട് തോർത്ത് തുടങ്ങാനിട്ടിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവിടെ തോർത്തില്ല. ഞാൻ വേറെ ആരോ അവരുടേതാണ് വരച്ചെടുത്തു. എനിക്ക് തോർത്തില്ലാതായി, സോപ്പും ഇല്ലാതായി. കുളിമുറി ഇല്ല ഇവിടെ. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദേഹത്തൊഴിച്ച് കുളിക്കുക. അതൊരു വാഴയുടെ ചോട്ടിൽ നിന്ന വാഴയുടെ ഇല കീറിയെടുത്ത് അത് ചെറിയ നാരുകളായി കീറി അത് സോപ്പ് പോലെ ഉപയോഗിച്ച് ദേഹത്ത് കുളിക്കുമ്പോൾ ഉപയോഗിച്ചതാണ്. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ദേഹം മുഴുവൻ ചൊറി വന്നു,
ബോയിൽസ്, പരുക്കൾ വന്നു. പരുക്കൾ വന്ന സമയത്താണ് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ കൃപാവരങ്ങൾ കിട്ടുന്ന ആ സമയത്ത് എൻ്റെ ഭാഷയും പ്രവചനവും വെളിപ്പാടും എല്ലാം കിട്ടി. ആരംഭ പരസ്യോഗം, ഒരുപാട് പരസ്യോഗം ചെയ്യുമായിരുന്നല്ലോ. കോട്ടയത്തൊക്കെ ഒത്തിരി പരസ്യോഗം ചെയ്യുമായിരുന്നല്ലേ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതേപോലെ അവധിക്കാലത്ത്? എൻ്റെ പ്രധാന ശുശ്രൂഷ പരസ്യമായിരുന്നു. കാരണം ആരും ക്ഷണിക്കണ്ടായല്ലോ, നമുക്ക് തന്നെ പോകാമല്ലോ. അങ്ങനെ എൻ്റെ കൂടെ അന്ന് സണ്ണി സക്രിയ എന്ന് പറയുന്ന, ഇപ്പോൾ ചർച്ചകോടിലൊരു പാസ്റ്ററായിരിക്കുന്ന ഒരു സ്നേഹിതൻ അന്ന് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു പോയി പരസ്യം നടത്തും. ആലപ്പുഴ പട്ടണത്തിൽ പോയി ഒരാഴ്ച അവിടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിച്ച് പരസ്യം നടത്തി. ഇവിടെ കോട്ടയത്ത് എല്ലാ ജംഗ്ഷനിലും പരസ്യം നടത്തിയിട്ടുണ്ട്. തിരുവല്ലയിൽ, തലവടിയിൽ. അന്ന് ഒരു ഹരമാണ്. ഒരു ജംഗ്ഷൻ കണ്ടാൽ അവിടെ നിന്ന് വചനം വിളിച്ചു പറയാനുള്ള ഒരു ഹരം, ഒരു ഉൾപ്രേരണയാണ്. പുള്ളിയാണ് ട്രാൻസ്ലേറ്റ് അല്ല ഏറ്റുപറയുമായിരുന്നു. അതാണ് ഏറ്റുപറയുന്ന, അക്കാലത്ത് ഏറ്റുപറയുന്ന ശീലമുണ്ട്. അതുകൊണ്ട് ഏറ്റുപറയാൻ ആരെങ്കിലും കാണും. അതുകൊണ്ടാണ് ജംഗ്ഷനിൽ പോയി നിന്ന് അയ്യോ ഞാൻ അതല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ ആ വാക്യം. അതൊരു സ്ഥലത്ത് പരസ്യത്തിന് പോയപ്പോൾ അവിടെ അത് ബൈബിൾ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം കൂടെ പോയപ്പോഴാണ്. ആദ്യത്തെ കുട്ടികളൊക്കെ പ്രസംഗിച്ചിട്ട് ഒരാൾ പോലും കേൾക്കാനില്ല, വരുന്നില്ല, കേൾവിക്കാരില്ല. അപ്പോൾ ഞാൻ അവരെ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. കയറി അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തെ എന്നെ ആൾ വിടുവിക്കും, അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഏറ്റുപറയുന്ന ആൾ അത്രയോ ഉച്ചത്തിൽ അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശബ്ദം കേട്ട ആളുകൾ അവിടെ എൻ്റെ അടിയോ വെള്ളമാണെന്ന് ധരിച്ച് കാണാനായിട്ട് വന്നു. പെട്ടെന്ന് ഒരാൾക്കൂട്ടം അവിടെ ഉണ്ടായി. അവിടെ ഞാൻ തുറന്ന് പ്രസംഗിച്ചു. ഇതായിരുന്നു എൻ്റെ നിലവിളി പണ്ട് യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ്. ആ പ്രസംഗത്തിൽ 14 പേര് രക്ഷിക്കപ്പെട്ടു. ആ സ്ട്രീറ്റിൽ അവിടെ മുട്ടുകുത്തിച്ച് ഞാൻ. അതവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരുന്നു, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അവരൊക്കെ ഇന്ന് കർത്താവിൻ്റെ വേലയിലുണ്ട്. അന്ന് രക്ഷിക്കപ്പെട്ട ആളുകൾ. പിന്നെ ട്യൂഷൻ സെന്റർ നടത്തത്തില്ലായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ? ഒരു പ്രാവശ്യം അവധിക്കാലത്ത് 3 മാസം ട്യൂഷൻ സെന്റർ നടത്തി. കോട്ടയം പട്ടണത്തിൽ തന്നെ ഒരു നല്ല കെട്ടിടം വാടകയ്ക്കെടുത്ത് അതിനകത്ത് ഇംഗ്ലീഷും കണക്കും ഹിന്ദിയും. ഹിന്ദിയിൽ ഉയർന്ന യോഗ്യതയുള്ള ആളായിരുന്നു സണ്ണി സക്രിയ. അത് ഹിന്ദി ക്ലാസ് എടുക്കും, ഞാൻ കണക്കും ഇംഗ്ലീഷും എടുക്കും. അത് കഴിയുമ്പോൾ പരസ്യം നടത്തും അല്ലേ? വൈകിട്ട് പരസ്യം നടത്തും. അത് കഴിഞ്ഞ് പരസ്യത്തിലാവും. അതുവഴിയും ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടായിരുന്നല്ല ട്യൂഷൻ സെന്ററിൽ പഠിച്ച കുട്ടികളൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. കോട്ടയത്ത് 1 വർഷമാണോ പഠിച്ചേ? കോട്ടയത്ത് 2 വർഷം. 1 വർഷമേ പഠിച്ചുള്ളൂ, ബൈബിൾ പഠിച്ചുള്ളൂ. 1 വർഷം അവിടെ എനിക്ക് ഇംഗ്ലീഷിൽ തോറ്റുപോയായിരുന്നു. ഞാൻ ട്യൂട്ടോറിയൽ പഠിച്ചു, കേരനാൻസ് ട്യൂട്ടോറിയൽ. ആ സമയത്ത് ബൈബിൾ സ്കൂളിലാണ് താമസിച്ചിരുന്നത്. പിയമ്പിൽ പാപ്പച്ചൻ്റെ കൂടെ പോവായിരുന്നോ ഇങ്ങനെ ശുശ്രൂഷക്കെല്ലാം ആ സമയത്തൊക്കെ? അന്ന് കൊണ്ടുപോകുമായിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഫ്ലാസ്ക് ഒക്കെ ബൈബിൾ കോളേജിലെ പിള്ളേരെപ്പോഴും കാണുമല്ലോ കൂടെ അപ്പച്ചൻ വരുമ്പോ. അത് അതിന്റെ കാത്തിരിപ്പ് യോഗമായിരുന്നല്ലോ, പരസ്യയോഗം പിന്നെ കാത്തിരിപ്പ് യോഗം. അത് ഈ ചൊറിയൊക്കെ വന്ന് വളരെ ക്ഷീണിച്ച് ഞാൻ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കൃപാവരങ്ങൾ കിട്ടുന്നത്, വെളിപ്പാടുകൾ. അന്നേരം വീട്ടിലൊന്നും പോയില്ലേ അത്രയും വയ്യാതായിട്ട്? വീട്ടിൽ പോകാതെ പ്രൈവറ്റ് സ്കൂളിൽ തന്നെ താമസിച്ചു. ആ സമയത്ത് അവിടുത്തെ ഒരു അധ്യാപകൻ
പാസ്റ്റർ മാത്യു ഷാവുമൽ. അദ്ദേഹം അന്ന് അടൂര് തട്ട സഭയിലെ പാസ്റ്ററാണ്. അദ്ദേഹം എന്നെ ക്ഷണിച്ചു. അവിടെ അവരുടെ സഭയിൽ വന്ന് പ്രാർത്ഥനാ യോഗം നടത്താമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് അവിടെ പോന്ന് മൂന്ന് ദിവസത്തെ പ്രാർത്ഥനാ യോഗം നടത്തി. 3 ദിവസവും പ്രവചനവും വെളിപ്പാടും ഒക്കെ ആയിരുന്നു. അതറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരാളുടെ സഹോദരിയാണ് കുഴിക്കാല ടി വി തോമസാറിൻ്റെ ഭാര്യ. അവരവിടോട്ട് വിളിച്ചു. ആ കുഴിക്കാല സഭയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി. വഴക്കുണ്ടായിട്ട് 4 മാസമായിട്ട് കർത്തൃമേശ നടക്കാത്ത ഒരു സഭയായിരുന്നു. ആ വഴക്ക് തീർന്നു. എല്ലാവരും തമ്മിൽ യോജിച്ചു, കർത്തൃമേശ വെച്ചു. ഒരു വലിയ അനുഗ്രഹമായി തീർന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും വിളിക്കാൻ തുടങ്ങി. കോട്ടയത്ത് തന്നെ സ്ഥലപ്പേര് ഓർക്കുന്നില്ല, കോട്ടയത്ത് പല സ്ഥലങ്ങളിലായിട്ട് പോയി. പ്രവചനമായിരുന്നു അല്ലേ ആദ്യത്തെ ശുശ്രൂഷ? പ്രവചനം ഉണ്ടായിരുന്നു, വെളിപ്പാടുണ്ടായിരുന്നു. എടത്വ ബേബിച്ച എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഭാര്യവരായോൻ അച്ഛൻ്റെ കൂടെ ആയിരുന്നു ശുശ്രൂഷകളെ ചെയ്തായിരുന്നല്ലേ? അദ്ദേഹം പോയ സമയത്ത് അത് എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ആണെങ്കിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, വീടുകളിലൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് കാണുന്ന രാത്രി യോഗത്തിൽ. അദ്ദേഹം ഓടി വന്നിട്ട് തലയിൽ കൈവച്ച്, കടലുകൾക്കപ്പുറത്തേക്ക് ഞാൻ നിന്നെ അയക്കും, സമുദ്രങ്ങളുടെ അപ്പുറത്ത് നീ പോകും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്ന് പ്രവചിക്കുന്ന അദ്ദേഹമാണ്. അല്ലേ? അന്ന് അതൊന്നും ആരും ചെയ്യാത്തതും അല്ലേ, പോയിട്ടും ഇല്ലല്ലോ അങ്ങും ആരും ആ കാലത്ത്.